നമസ്കാരം. ഹോളിവേഴ്സിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ ഹസീം കാലിക്കറ്റ്. നമുക്കറിയാം, ഹോളിവേഴ്സ് മെയിൻ്റനൻസിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നത് 28 ഡിസംബർ 2024 ആ അപ്ഡേറ്റ് വന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമുകൾ ഓപ്പൺ ആകുന്ന സമയത്ത് വെബ്സൈറ്റ് ഓപ്പൺ ആകുകയും ഇന്റർഫേസ് ഓപ്പൺ ആകുകയും അതോടൊപ്പം ആദ്യം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഹോളിഡെക്സ് ആയിരിക്കും, അതായത് ടെക്സ് എക്സ്ചേഞ്ച് ആയിരിക്കും. ഈ ടെക്സ് എക്സ്ചേഞ്ച് ഓപ്പൺ ആകുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡർ ആകാൻ പറ്റുക എന്നുള്ളതാണ്. മെറ്റാഫോഴ്സ് അല്ലെങ്കിൽ ഹോളിവേഴ്സിന്റെ ഈ ഒരു പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓൾമോസ്റ്റ് 2.5 മില്യൺ കമ്മ്യൂണിറ്റിയുള്ള വലിയൊരു പ്രൊജക്റ്റാണ് ഹോളിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹോളിവേഴ്സിൽ ടെക്സ് എക്സ്ചേഞ്ചിൽ ഓരോ ആളുകളുടെ കയ്യിലും നിൽക്കുന്ന HC കോയിൻ ലിക്വിഡിറ്റി പ്രൊവൈഡറായിട്ട് പൂളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയും ആഡ് ചെയ്യുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേർക്കൊന്നും ഈ ലിക്വിഡിറ്റി പൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അധികം അറിയില്ല. ടെക്സ് എക്സ്ചേഞ്ച് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡറായിട്ട്, അതായത് ബൈ ആൻഡ് സെല്ല് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൈ ആൻഡ് സെല്ലിൻ്റെ ലിക്വിഡിറ്റി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഇൻവെസ്റ്ററായിട്ട് മാറാൻ പറ്റും. നമ്മളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ 2 പെയറാണ് പ്ലാനിലുള്ളത്. 2 പെയർ എന്ന് പറയുന്നത് ഒന്ന് HC ഡൈ പെയറും ഒന്ന് HC പെയറുമാണ്. സോ ഈ 2 പെയറിലേക്കും നമുക്ക് HC ആയിട്ടും ഡൈ ആയിട്ടും HC ആയിട്ടും ഏതാണോ പെയറിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രകാരം ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു പൂളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓവറോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇപ്പം ഒരുപാട് പേര് ഈ ഒരു LP ലിക്വിഡിറ്റി പ്രൊവൈഡർ ആകാനുള്ള സാധ്യതയെക്കുറിച്ച് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമും കൂടി ആഡ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി വളരെ അഗ്രസീവ്ലി വെയിറ്റ് ചെയ്യുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും. കാരണം ഇന്ന് ഗ്ലോബലി ഈ പ്രോഗ്രാമിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഡിസ്കഷൻ നോക്കുന്ന സമയത്ത് ഈ LPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലിയ രീതിയിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിൽക്കുന്ന HC അല്ലെങ്കിൽ HC ഡൈ പോലെയുള്ള എലമെന്റുകൾ നമ്മളിങ്ങനെ LPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രേഡ് നടക്കുന്ന സമയത്ത് കിട്ടുന്ന അത് ട്രേഡിന്റെ സ്ട്രെങ്ത് കൂട്ടാനാണ് ഈ ലിക്വിഡിറ്റി പൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന HC നമ്മൾ ചുമ്മാ ഈ ഒരു ഇന്നർ വാലറ്റിലോ ഔട്ടർ വാലറ്റിലോ ക്വാണ്ടിറ്റി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു ലംസമായിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി HCയോ ഡായോ ആയിട്ട് നമുക്ക് ഇതിൽ ഈ പൂളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് നടക്കുന്ന ടോട്ടൽ വോളിയത്തിൻ്റെ, അതായത് ട്രേഡിൻ്റെ ആ ട്രാൻസാക്ഷൻ ഫീസിൻ്റെ 80% ഈ LP അതായത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഡെയിലി വൈസ് അതൊരു ഇൻകം ആയിട്ട് റിവാർഡായിട്ട് കൊടുക്കുക എന്നതാണ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് കിട്ടുന്ന റിവാർഡ് ഇൻകം എന്ന് പറയുന്നത്. ഇതിൽ 2 കാര്യമാണ്. നമുക്ക് ഡെയിലി ഇൻകം ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, അതല്ല നമ്മൾക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡറായിട്ട് പോകുന്ന സമയത്ത് പൂളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇട്ടിരിക്കുന്ന വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സൈസിനനുസരിച്ചിട്ട് എത്രയാണോ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോറാട്ട ബേസ് നമുക്ക് കിട്ടേണ്ട ആ ഒരു റിവാർഡ് ഇൻകം അതിനെ കോമ്പൗണ്ട് പോലെ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഒരു 100 HC ആണെങ്കിൽ 100 HCയിലേക്ക് നമുക്ക് റിവാർഡായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് അതിനെ വീണ്ടും മറ്റൊരു നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് അതിനെ ആഡ് ചെയ്ത് പോകുന്ന ഓരോ ദിവസം കിട്ടുന്ന ഇൻകം കൂടെ നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് പോകുന്ന രീതിയിലേക്കാണ് അത് പോകുന്നതെങ്കിൽ അത് അതിനേക്കാളും വലിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് HCയുടെ ക്വാണ്ടിറ്റി നമുക്ക് ഒരു ഇൻകം ആയിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇതിന് വളരെ വലിയ രീതിയിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇത് ടെക്സ് ഓപ്പൺ ആകുന്ന സമയത്ത് ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഇന്ന് ഓൾറെഡി 10 ജനുവരി 2025 28 ഡിസംബർ 2024 ഈ അപ്ഡേറ്റ് വന്ന സമയത്ത് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. കൗണ്ട് ഡൗൺ പ്രകാരം നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 20 ജനുവരി 2025 ടെക്സ് ഓപ്പൺ ആകുമെന്നുള്ളതാണ്. ഈ ടെക്സ് ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന എത്രയാണോ പറ്റുന്ന ക്വാണ്ടിറ്റി അത്രയും നിങ്ങൾ പൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇന്ന് മാത്രമല്ല നിലവിൽ ഹോളിവേഴ്സിന്റെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഒരാൾക്കും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റർ മോഡിൽ പോലും അവർക്ക് HC വാങ്ങിക്കൊണ്ട് അതിലേക്ക് LP മോഡിലേക്ക് പൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. സോ അത് മാക്സിമം നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ഈ പ്രോഗ്രാമിൻ്റെ ഡെപ്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഓർമ്മപ്പെടുത്തുക. നിങ്ങളും ഉപയോഗപ്പെടുത്തുക. വരാൻ പോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.